നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പൊതുവായിട്ടുള്ള അവരുടെ ജീവിത വിജയത്തിന് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെയും പറഞ്ഞു പോകാം. മൂലം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ കേതുർ ദശയിലാണ് ജനിക്കുക. പൊതുവെ മൃദുല സ്വഭാവവും ബുദ്ധിമതികളുമായിട്ടുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ഇവർ കബളിപ്പിക്കപ്പെട്ടേക്കാം. എല്ലാവരോടും സുസ്മേരവദനായി സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എടുക്കാറുണ്ട് ഇവർ. മനസ്സിൽ തോന്നുന്നത് എടുത്തടിച്ച് മുഖത്ത് പറയാറുമുണ്ട്. അത് പലരുടെയും ശത്രുതയ്ക്ക് കാരണമാവുകയും ചെയ്യും. അലസത കാരണം പല പ്രശ്നങ്ങളും പൊതുവെ നേരിടാറുമുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടി മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ചിട്ടയും കൃത്യനിഷ്ഠയും ഒക്കെ ജീവിതത്തിൽ പുലർത്തുക. കുടുംബത്തിൽ പൊതുവെ സദാ ആഹ്ലാദകരമായിട്ടുള്ള അവസരങ്ങളായിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ഇവർ. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും പെട്ടെന്ന് ശുഭിതയാകുന്ന സ്വഭാവവും ഒക്കെ ഒഴിവാക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ ഇവർക്ക് ദോഷഫലങ്ങൾ ഇരട്ടിയാക്കാറുണ്ട്. എല്ലാവരെയും ഇവർ ഉപദേശിക്കാറുണ്ട്, എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശം ഇവർ കേൾക്കാറില്ല. അങ്ങനെ കേൾക്കുന്നത് മൂലനക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇവർ പൊതുവെ ജീവിത പങ്കാളിയെ അളവറ്റ് സ്നേഹിക്കാറുണ്ട്. എന്നാൽ സ്വാർത്ഥചിത്തരായിട്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന പക്ഷം, അങ്ങനെ അവരെ നിയന്ത്രിക്കുന്ന പക്ഷം അത് ചിലപ്പോൾ വിപരീത ഫലങ്ങളും നൽകിയേക്കാം. ആഡംബരപ്രിയരാണ് മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ വസ്ത്രമായാലും ആഭരണമായാലും വാങ്ങുമ്പോൾ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. അത് സമ്പാദ്യത്തിന് ഗുണകരമാണ്. കുടുംബജീവിതത്തിൽ എത്രമാത്രം സന്തോഷം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രമാത്രം വാക്കുകളിൽ വിനയവും ലാളിത്യവും ഉണ്ടായിരിക്കണമെന്ന് മൂലനക്ഷത്രക്കാർ പ്രത്യേകം ഓർക്കുക. മക്കളെ സ്നേഹിക്കുന്നതിൽ ഉപരി അവരിൽ അധികാരം ചെലുത്തുന്ന കർക്കശക്കാരിയായ അമ്മയാകുന്നതിലും തെറ്റില്ല. മക്കളോട് ഇടപെടുമ്പോൾ ദേഷ്യം കുറച്ചാൽ അവർ എല്ലായ്പ്പോഴും മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ വിട്ടുപിരിയാതെ ഇരിക്കും. സദാ ഭാവിയെക്കുറിച്ച് എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ചു പുലർത്തി മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുക. മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ദേഷ്യക്കാരികളാണെങ്കിലും സ്നേഹത്തിന് വിധേയരായിക്കൊണ്ട് മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി കൂടി സ്വയം ഏറ്റെടുത്ത് ഭാരം ചുമക്കുക എന്ന ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ മുഖസ്ഥിതിക്ക് മയങ്ങി വിശ്രമമില്ലാതെ ആവേശപൂർവം ജോലിയിൽ മുഴുകുന്നത് ഇവരുടെ സ്വഭാവം ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ അനാവശ്യമായ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കാതിരിക്കുക. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഭയചിന്തകൾക്ക് ഇടം കൊടുക്കാതിരിക്കുക. മനസ്സിൽ കടന്നുകൂടുന്ന അനാവശ്യ അസ്വസ്ഥതകൾ ദേവാലയ ദർശനത്തിലൂടെയും നാമം ചൊല്ലുന്നതിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിത്യവും അല്പസമയമെങ്കിലും യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവ ചെയ്യുന്നതും ഗുണഫലത്തെ നൽകുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മുടങ്ങാതെ വ്യായാമം ചെയ്യുക. അത് മനസ്സും ശരീരവും ആരോഗ്യകരമായിരിക്കാൻ മൂലനക്ഷത്രക്കാരെ സഹായിക്കും. മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ മടുപ്പുണ്ടാക്കാവുന്നത് സഹജമാണ്. അതേസമയം എത്ര കഠിനമായിട്ടുള്ള ജോലിയും അവസാന സമയം ഏറ്റെടുത്താൽ പോലും ഇവർ അത് ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് പ്രശംസ നേടിയെടുക്കുകയും ചെയ്യും. നിത്യവും അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പരീക്ഷണങ്ങളും ദോഷഫലങ്ങളും ആകുന്ന ദൈവാധീനം വർദ്ധിക്കുന്നതാണ്. മുതൽ മുടക്കി സ്വയം സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ബന്ധുക്കളുമായി ആലോചിച്ച് ചെയ്യുന്നത് ഗുണകരമാണ്. പൊതുവെ മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ അമ്മയായി ലഭിച്ച മക്കൾ
ഭാഗ്യവാന്മാരാണ് എന്ന് പറയാം. മൂലനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ മക്കൾ എപ്പോഴും സ്നേഹവതികളായിട്ടുള്ള അമ്മമാരായിട്ട് കാണാനാണ് താല്പര്യപ്പെടുക. അതുകൊണ്ട് തന്നെ കുട്ടികളോടുള്ള ദേഷ്യം ഇവർ കുറയ്ക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം, പാരമ്പര്യ രോഗങ്ങൾ എന്നിവയുടെയൊക്കെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക. കൂടാതെ ഇവരെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പിടിപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ തുട, പാദങ്ങൾ എന്നിവിടങ്ങളിൽ ചെറിയ വേദനകൾ ഉണ്ടാകുന്ന പക്ഷവും ഉടൻ തന്നെ ആയുർവേദ ചികിത്സ നടത്തുക. വിനോദയാത്രകൾ നടത്തുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ക്ഷേത്ര ദർശനത്തിനും സമയം കാണുക. യാത്രകളുടെ ഇടയിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ജാതകപ്രകാരം സൂര്യന്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങളിൽ ആരോഗ്യകാര്യത്തിലും ദൂരയാത്രാ കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തുക. ഏത് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും ഇഷ്ടദൈവത്തോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുലദൈവത്തിന്റെ വഴിപാടുകൾ മുടക്കാതിരിക്കുക. ഓം അശ്വത്ഥജായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത് എന്ന കേതുവിന്റെ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. കൂടാതെ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന മഹാവിഷ്ണുവിന്റെ ഗായത്രി മന്ത്രത്തെയും നിത്യം ജപിക്കുക. ഇതുമൂലം ജീവിതത്തിൽ സുഖവും സന്തോഷവും വിജയവും ഉണ്ടാകുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.